പ്രിയ കൂട്ടുകാരെ, ദൈവസാന്നിധ്യം തേടിയുള്ള നമ്മുടെ ഈ കൊച്ചു യാത്ര നമുക്കൊരുമിച്ച് തുടരാം. ഇന്ന് നമ്മൾ നടന്നു നീങ്ങുന്നത് അസീസിയിലെ വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ അരികിലേക്കാണ്. സ്വന്തം ജീവിതം കൊണ്ട് ഈശോയെ എങ്ങനെ ആത്മാർത്ഥമായി സ്നേഹിക്കാമെന്ന് ലോകത്തിന് കാണിച്ചു തന്ന വലിയ ഒരു വ്യക്തിത്വമാണ് വിശുദ്ധ ക്ലാര. വരൂ, നമുക്കാദ്യം തന്നെ വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ തറവാട്ടു വീട്ടിലേക്ക് കയറി പ്രാർത്ഥിക്കാം. ഇതാ നോക്കൂ, ഈ കാണുന്ന സാൻ റൂഫീനോ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ക്ലാരയുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇന്നിതൊരു മനോഹരമായ കോൺവെൻ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. 1194 ഫവാരിനോ ഷിഫിയുടെയും ഓർത്തോലാനയുടെയും മകളായിട്ടാണ് ക്ലാര ഈ വീട്ടിൽ ജനിക്കുന്നത്. മാതാപിതാക്കൾ അവളെ ആഴമായ വിശ്വാസത്തിലും പ്രാർത്ഥനയിലുമാണ് വളർത്തിക്കൊണ്ടുവന്നത്. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ആ മാനസാന്തര ജീവിതം ക്ലാര ദൂരെ നിന്ന് എപ്പോഴും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. സാൻ റൂഫിനോ പള്ളിയിൽ ഫ്രാൻസിസ് വചനം പ്രഘോഷിക്കാനെത്തിയപ്പോൾ ക്രിസ്തുവിനെ എങ്ങനെ അനുകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞതൊക്കെ ക്ലാര തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. അങ്ങനെ ഫ്രാൻസിസിൻ്റെ വഴിയിലൂടെ പോകണമെന്ന ആഗ്രഹം വീട്ടിൽ പറഞ്ഞെങ്കിലും വീട്ടുകാർ സമ്മതിച്ചില്ല. അങ്ങനെയിരിക്കെ 1212 മാർച്ച് 18 ആ ഓശാന ഞായറാഴ്ച രാത്രിയിൽ ക്ലാര വീടിൻ്റെ പുറകിലെ കോവണിപ്പടിയിലൂടെ ആരും കാണാതെ ഇറങ്ങി ഫ്രാൻസിസിൻ്റെ അടുത്തേക്ക് ഓടുകയായിരുന്നു. അസീസി താഴ്വരയിലുള്ള പോർച്ചുങ്കുല എന്ന സ്ഥലത്ത് വെച്ച് ഫ്രാൻസിസും കൂട്ടരും അവളെ സ്നേഹത്തോടെ സ്വീകരിച്ചു. അന്നു തന്നെ ക്ലാര തൻ്റെ ആഡംബര വസ്ത്രങ്ങളെല്ലാം ഊരിമാറ്റി കാഷായ വസ്ത്രവും അരപ്പട്ടയും ധരിച്ചു. സമർപ്പണത്തിൻ്റെ അടയാളമായി ഫ്രാൻസിസ് അവളുടെ മുടി മുറിച്ചു മാറ്റി. അങ്ങനെ ഈശോയ്ക്കായി അവൾ തൻ്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ചു. തുടർന്ന് ഫ്രാൻസിസ് ക്ലാരയെ തൊട്ടടുത്തുള്ള ബെനഡിക്റ്റൈൻ സിസ്റ്റേഴ്സിൻ്റെ മഠത്തിലാക്കി. പിറ്റേ ദിവസം വിവരമറിഞ്ഞ് വീട്ടുകാർ അവളെ തിരികെ വിളിക്കാനെത്തിയപ്പോൾ ക്രിസ്തുനാഥനാണ് എൻ്റെ ജന്മാവകാശം എന്ന് പറഞ്ഞ് തല മുണ്ടനം ചെയ്തത് അവരെ കാണിച്ചു കൊടുത്തു. അടുത്തയാഴ്ചയിൽ ക്ലാരയുടെ സ്വന്തം സഹോദരി ആഗ്നസും ഈശോയെ അനുകരിക്കാനായി അവരുടെ കൂടെ ചേർന്നു. അങ്ങനെ കൂടുതൽ പെൺകുട്ടികൾ വന്നതോടെ ഫ്രാൻസിസ് സ്വന്തം കൈകൊണ്ട് പുതുക്കിപ്പണിത സാൻ ദാമിയാനോ ദേവാലയം അവർക്കായി നൽകി. അങ്ങനെയാണ് പ്രശസ്തമായ ഫ്രാൻസിസ്കൻ 2ാം സഭ രൂപപ്പെടുന്നത്. സാൻ ദാമിയാനോ ചാപ്പലിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്ന ക്ലാരയുടെയും സഹോദരിമാരുടെയും കൂട്ടായ്മ പിന്നീട് വലിയൊരു കോൺവെന്റായി വികസിക്കുകയായിരുന്നു. പ്രാർത്ഥന മാത്രമായിരുന്നു അവരുടെ അനുദിന ജീവിത രീതി. അൾത്താരയിൽ ഉപയോഗിക്കുന്ന ചെറിയ വസ്ത്രങ്ങൾ ഉണ്ടാക്കി ഫ്രാൻസിസ്കൻ സഹോദരന്മാർ വഴി അടുത്തുള്ള പള്ളികളിൽ എത്തിച്ചാണ് അവർ ജീവിച്ചു പോന്നത്. ദൈവപരിപാലനയുടെ വലിയൊരു അത്ഭുതവും ഇവിടെ നടന്നിട്ടുണ്ട്. ഒരിക്കൽ ഗോതമ്പും എണ്ണയും തീർന്നു പോയപ്പോൾ ക്ലാരയും കൂട്ടരും ഈശോയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവം മറ്റൊരാളിലൂടെ അവർക്ക് ആവശ്യമുള്ളതെല്ലാം എത്തിച്ചു കൊടുത്തു. അതുപോലെ 1240 ഒരു വെള്ളിയാഴ്ച ഫ്രെഡറിക് ചക്രവർത്തിയുടെ സൈന്യം അസീസിയെ ആക്രമിക്കാൻ വന്ന് ഈ കോൺവെന്റിലേക്ക് ഇരച്ചു കയറാൻ നോക്കിയപ്പോൾ ക്ലാര സക്രാരിയുടെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവേ, നിന്നെ സ്തുതിക്കുന്നവരുടെ ആത്മാക്കളെ ഈ മൃഗങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കരുതേ. നിന്റെ അമൂല്യമായ രക്തത്താൽ നീ വീണ്ടെടുത്ത ഞങ്ങളെ സംരക്ഷിക്കണമേ. അതിനുശേഷം ദിവ്യകാരുണ്യ സക്രാരി എടുത്ത് ഉയർത്തി അവരുടെ നേർക്ക് നീങ്ങിയപ്പോൾ അതിൽ നിന്നുണ്ടായ ദിവ്യപ്രകാശത്താൽ കണ്ണഞ്ചിയ സൈന്യം ഒന്നും കാണാനാവാതെ പേടിച്ചോടുകയായിരുന്നു. കഠിനമായ ഉപവാസത്തിന്റെ ജീവിതമായിരുന്നു വിശുദ്ധ ക്ലാരയുടേത്. രോഗിയായിരുന്ന ഏകദേശം 28 വർഷത്തോളം
ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് തറയിൽ കിടന്ന് ഉറങ്ങിയാണ് അവൾ ജീവിച്ചത്. ഒടുവിൽ 1253 ഓഗസ്റ്റ് 11 തൻ്റെ 59ാമത്തെ വയസ്സിൽ ഈശോയെ മാത്രം സ്നേഹിച്ച ആ മഹതി ലോകത്തോട് വിട പറഞ്ഞു. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവൾ പറഞ്ഞ വാക്കുകൾ കേൾക്കൂ. ദൈവമേ, എന്നെ സൃഷ്ടിച്ചതിന് ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അനുഗ്രഹീതമായ എൻ്റെ ആത്മാവേ, സുരക്ഷിതമായി സമാധാനമായി പോവുക. തുടർന്ന് 1255 അലക്സാണ്ടർ 4 മാർപ്പാപ്പ ക്ലാരയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ദാരിദ്ര്യത്തിൻ്റെ വ്രതം സ്വാതന്ത്ര്യത്തിൻ്റെ വ്രതമാണ് എന്ന് ഉറച്ചു വിശ്വസിച്ച ദാരിദ്ര്യത്തിൻ്റെ പുണ്യവതിയായിരുന്നു അവർ. വരൂ കൂട്ടുകാരെ, നമുക്കിനി വിശുദ്ധ ക്ലാരയെ അടക്കം ചെയ്തിരിക്കുന്ന ഈ ബസിലിക്കയുടെ ഉള്ളിലേക്ക് കയറി പ്രാർത്ഥിക്കാം. വിശുദ്ധ ക്ലാരയെയും സഹോദരി വിശുദ്ധ ആഗ്നസിനെയുമൊക്കെ അടക്കിയിരിക്കുന്നത് ഈ ബസിലിക്കയിലാണ്. ഫ്രാൻസിസ് അസീസിയുടെ മരണശേഷം അദ്ദേഹത്തെയും ആദ്യം അടക്കം ചെയ്തിരുന്നത് ഇവിടെയായിരുന്നു. ശേഷമാണ് സാൻ ഫ്രാൻസിസ്കോ ബസിലിക്ക പണിത് അദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റിയത്. അതുപോലെ വിശുദ്ധ ക്ലാരയെ ആദ്യം സംസ്കരിച്ചത് നമ്മളിപ്പോൾ കാണുന്ന ഈ അൾത്താരയുടെ അടിയിലായിരുന്നു. പിന്നീടാണ് താഴെ അണ്ടർഗ്രൗണ്ട് ചർച്ചും വലിയ ബസിലിക്കയും നിർമ്മിച്ച് ഇങ്ങോട്ട് മാറ്റിയത്. അസീസിയിലൂടെ നടക്കുമ്പോൾ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് മനസ്സിലേക്ക് ഇറങ്ങി വരുന്ന ആ വലിയ ശാന്തതയും സ്വസ്ഥതയും നിങ്ങൾക്കും അനുഭവപ്പെടുന്നുണ്ടോ? ഈ മനോഹരമായ ചാപ്പലുകളിലിരുന്ന് നമുക്ക് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാം. ഇതാ, നമ്മളിപ്പോൾ ഈ ബസിലിക്കയുടെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് വിശുദ്ധരുടെ തിരുശേഷിപ്പുകളാണ്. വിശുദ്ധ ക്ലാരയും വിശുദ്ധ ആഗ്നസുമൊക്കെ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ വളരെ പവിത്രമായി ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് വിശുദ്ധ ക്ലാരയുടെ കബറിടം കാണുന്നത്. അതിനടുത്ത് തന്നെ വിശുദ്ധ ആഗ്നസിന്റെ ചാപ്പലും കബറിടവുമുണ്ട്. വിശുദ്ധ ആഗ്നസിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്കിവിടെ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. സത്യത്തിൽ ഫ്രാൻസിസും ക്ലാരയും തമ്മിലുള്ള ആ ബന്ധം ആത്മാവിനെ തൊട്ടറിഞ്ഞ ഒന്നായിരുന്നു. ഒരു ആത്മീയ ബന്ധം അല്ലെങ്കിൽ പ്രണയബന്ധത്തിൻ്റെ പരമമായ പരിശുദ്ധി എന്ന് ഇതിനെ വിളിക്കാം. ആത്മമിത്രങ്ങൾ എന്ന് പറയുന്നത് പോലെ ആത്മാക്കളുടെ അതീന്ദ്രിയമായ ഐക്യം. പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ കൂടുതൽ സ്നേഹിക്കുകയായിരുന്നു അവർ. ഫ്രാൻസിസ് എവിടെയെങ്കിലും യാത്ര പോകുന്നതിന് മുമ്പ് ദൈവഹിതമറിയാൻ ക്ലാരയോട് പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു. ക്ലാര പ്രാർത്ഥിച്ച് മറുപടി നൽകുകയും ചെയ്യുമായിരുന്നു. ഇതാ, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ കബറിടത്തിന് തൊട്ടു മുന്നിലാണ്. ഈ കബറിടത്തിന് മുകളിലായി അവളുടെ മനോഹരമായ ഒരു രൂപവും നിങ്ങൾക്ക് കാണാം. വിശുദ്ധ ക്ലാരയും ഫ്രാൻസിസും ഈശോയെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് ജീവിതം പൂർണ്ണമായി സമർപ്പിച്ചതുപോലെ നമുക്കും ജീവിക്കാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ക്ലാര പുണ്യവതിയുടെ മാധ്യസ്ഥത്തിലൂടെ ഈശോയുടെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം.